ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സ് വളരെയധികം ഭാരങ്ങളാൽ അതുപോലെ തന്നെ ചിന്തകളാലൊക്കെയും ഏത് സമയവും കലുഷിതമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജി അതുപോലെ തന്നെ മറ്റ് മനുഷ്യരുമായിട്ട് അധികം ഇടപെടുവാനുമൊക്കെയും ഇന്നത്തെ കാലഘട്ടത്തിൽ അവസരങ്ങളിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ചുറ്റുപാടുകളാണ് നമുക്ക് ചുറ്റും. അപ്പോൾ ഇവിടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 25-ാം വാക്യം കർത്താവ് നമുക്ക് തരുന്നു. മനോവസനം ഹേതുവായി മനുഷ്യൻ്റെ മനസ്സിടിയുന്നു, ഒരു നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയരെ, അധികം ആൾക്കാരോട് സംസാരിക്കുവാനും അതുപോലെ തന്നെ പഴയതുപോലെയൊക്കെയുള്ള സംഭാഷണങ്ങൾ കുറഞ്ഞിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നല്ല വാക്കുകൾ ഉപയോഗിക്കുക. ഒരു മനുഷ്യനെ എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ വേണം ഉപയോഗിക്കുവാൻ. പലപ്പോഴും നമ്മളുടെ തന്നെ ബലഹീനതയിൽ നമുക്കത് സാധിക്കാതെ വരാറുണ്ട്. അതുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുക്കാം. നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കുവാനുള്ള കൃപ തരണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നല്ല മധുരമായി സംസാരിക്കുവാനും അത് ഹൃദയത്തിൽ തന്നെ വരുവാനും കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ആമീൻ.